ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ വിജയം നേടിയെങ്കിലും തോറ്റ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറഞ്ഞ ഇടങ്ങളിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂർ, ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് പിന്നോട്ടു പോയതിന്റെ കാരണമായി സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഥാനാർത്ഥിയും പാർട്ടി സംവിധാനങ്ങളും തമ്മിലുള്ള ഭിന്നതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. തോൽവിക്ക് പിന്നാലെ തൃശൂർ ജില്ലയിലെ നേതാക്കൾക്കെതിരെ കെ മുരളീധരൻ പരസ്യമായി രംഗത്ത് വന്നു. മുൻ എം പി ടി എൻ പ്രതാപന്റെയും DCC പ്രസിഡന്റ് ജോസ് വാളൂരിന്റെയും രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വരെ കാര്യങ്ങളെത്തുകയുണ്ടായി. അനിൽ അക്കരയോടും ടി എൻ പ്രതാപനോടും കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോകാൻ ആവശ്യപ്പെട്ട സംഭവം വരെ ഉണ്ടായി. ലീഗും അടിയന്തര യോഗം ചേർന്ന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേളയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച മുരളീധരനെ മെരുക്കാൻ KPCC പ്രസിഡന്റ് കെ സുധാകരനും PK കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം രംഗത്ത് വരേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ആലത്തൂരിലെ പരാജയത്തിന് കാരണം സംഘടനാ പ്രശ്നങ്ങളല്ലെന്നും സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംഭവിച്ചതുകൊണ്ടാണെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ വാക്കുകൾ പാലക്കാട് കോൺഗ്രസിൽ തർക്കത്തിനു വരെ വഴിവെച്ചു. DCC പ്രസിഡന്റിനെതിരെ പാലക്കാട് നഗരത്തിലും മണ്ഡലത്തിന്റെ പല ഭാഗത്തിലും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുൻപും പ്രചരണ സമയത്തും രമ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടും രമ്യയും DCC പ്രസിഡന്റും ഇവ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ല എന്നും വാദമുണ്ട്. തോൽവിയുടെ വക്കിലെത്തിയ ശേഷം വിജയിച്ച ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചു. സംഘടനാപരമായ പ്രശ്നങ്ങൾ പലയിടത്തും വോട്ട് കുറയാൻ കാരണമായി എന്നാണ് പ്രകാശിന്റെ വിമർശനം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്തും വോട്ടർ പട്ടിക സംബന്ധിച്ച പ്രവർത്തനവും ബൂത്ത് തല മുന്നൊരുക്കവും നടത്താത്തതിന്റെ പേരിൽ അടൂർ പ്രകാശ് പാർട്ടി യോഗത്തിൽ DCC പ്രസിഡന്റിനെ വരെ വിമർശിച്ചിരുന്നു.